ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സയൻസ് ഫാം. അപ്പോൾ സയൻസ് ഫാമിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബാറ്ററി ഒരു സിങ്ക് എയർ ബാറ്ററിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയത് ഒരു അലുമിനിയം എയർ ബാറ്ററി ആയിരുന്നു. അപ്പോൾ അലുമിനിയം എയർ ബാറ്ററിക്ക് അലുമിനിയമാണ് നമ്മൾ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ സിങ്ക് എയർ ബാറ്ററിക്ക് നമ്മൾ സിങ്ക് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിങ്ക് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലത്തുള്ള AAA ബാറ്ററി അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ AA ബാറ്ററി അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി ബാറ്ററി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കേസ് സിങ്ക് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഹെവി ഡ്യൂട്ടി ബാറ്ററിയുടെ കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. സിങ്കിൻ്റെ കേസാണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മൾ സിങ്കിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് സ്റ്റീൽ വൂളാണ്. ഇത് ഫർണിച്ചറൊക്കെ പോളിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ വൂളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൂടി കുറച്ച് സ്റ്റീൽ വൂൾ വേണം. പിന്നെ നമ്മുടെ ഈ ബാറ്ററിക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ്റ്റിക് സോഡയാണ്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടാനായിട്ട് നമ്മൾ ഈ സോപ്പൊക്കെ ഉണ്ടാക്കാനുള്ള കിറ്റ് മേടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, കോസ്റ്റിക് സോഡ ഉണ്ടാവും. ഇപ്പോൾ കോസ്റ്റിക് സോഡ കുറച്ച് ഇച്ചിരി കൊറോസീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ബേസ് ആണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. കൈകൊണ്ടൊന്നും തൊടാനൊന്നും പാടില്ല. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഗ്ലോസ് ഒക്കെ ഇട്ടുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബാറ്ററി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബാറ്ററിയാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്ന നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബാറ്ററിയാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ സിങ്ക് എയർ ബാറ്ററി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബീക്കർ വെള്ളത്തിനകത്തോട്ട് കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് മിക്സ് ചെയ്യാം. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചൂടാകും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്റ്റീൽ വൂൾ എടുക്കാം. ഇപ്പോൾ സ്റ്റീൽ വൂളിൻ്റെ നമുക്ക് ഇത്ര ആവശ്യമില്ല. ഇതിൽ നിന്ന് ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് സ്റ്റീൽ വൂൾ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റീൽ വൂള് നമുക്കിവിടെ ഒരു ബ്രൗൺ പേപ്പറിൻ്റെ പീസിൽ ചെറുതായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഈ സ്റ്റീൽ വൂളിൻ്റെ ചെറിയൊരു ഭാഗം പുറത്തോട്ട് നിൽക്കണം. അതുപോലെ ആയിരിക്കണം നമ്മളിത് പൊതിയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സിങ്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സിങ്കിൻ്റെ പീസ് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ വയർ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലോട്ട് നമുക്ക് നമ്മുടെ ഈ സിങ്കിൻ്റെ പീസ് ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇറക്കി വെക്കാം. ഈ പേപ്പറിനകത്ത് പൊതിഞ്ഞ് നമ്മുടെ സ്റ്റീൽ വൂള് ഇതിൻ്റെ സൈഡ് വഴി പയ്യെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് 2 വയറിൻ്റെ പീസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പോസിറ്റീവ് റെഡ് വയർ ഈ സ്റ്റീൽ വൂളയിലും അതുപോലെ ഈ ബ്ലാക്ക് വയർ നമ്മുടെ ഈ സിങ്കിൻ്റെ പീസിലും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തോരം വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, നമുക്കിവിടെ 1.2 വോൾട്ട് കിട്ടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് എത്ര ആംബിയർ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 0.5 ആംബിയറോളം അടുത്ത് വരുന്നുണ്ടല്ലേ. 0.3 ആംബിയറോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ചെറിയ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് 3 സെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 സെല്ലും കൂടെ കൂടിയിട്ട് നമുക്ക് എന്തോരം വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 സെല്ലും കൂടെ കൂടിയിട്ട് നമുക്ക് ഏറെക്കുറെ ഒരു 3 വോൾട്ടിന് മേളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 വോൾട്ടിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുകൊണ്ട് ചെറിയൊരു LED ബൾബ് കത്തിച്ച് നോക്കാം. നല്ല ബ്രൈറ്റ് ആയിട്ടാണ് നമ്മുടെ LED വരുന്നുണ്ടോ. ഫുൾ നല്ല പവർ കത്തുന്നുണ്ട് LED. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ബാറ്ററിയിൽ നിന്ന് വയർ എടുത്തിട്ട് ഇവിടെ ചെറിയൊരു മോട്ടറായിട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ ചെറിയൊരു മോട്ടറാണിത്. അപ്പോൾ നമ്മളിത് ഈ മോട്ടറിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മുടെ മോട്ടർ ഇതിൽ നല്ല സൂപ്പറായിട്ട് കറങ്ങുന്നുണ്ടല്ലേ. നല്ല പവറിൽ തന്നെ നമ്മുടെ മോട്ടർ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാൻ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മോട്ടർ ഇതേ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പവറിൽ തന്നെ കറങ്ങുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ അലുമിനിയം എയർ ബാറ്ററി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു LED കത്തിക്കാൻ മാത്രമേ അതിന് പവർ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം നമ്മുടെ സിങ്ക് എയർ ബാറ്ററി ആകുമ്പോഴത്തേക്കും നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡും സിങ്കും കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്നത് സോഡിയം സിങ്കേറ്റ് ആണ്. അപ്പോൾ സോഡിയം സിങ്കേറ്റ്
നല്ല രീതിയിൽ വാട്ടർ സോലുബിൾ ആണ്. അപ്പോൾ വാട്ടർ സോലുബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സിങ്കിൻ്റെ പ്ലേറ്റിൽ വേറെ ലെയർ പോലൊന്നും ഫോം ചെയ്യുന്നില്ല, ഫുള്ളി കോൺടാക്റ്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ആംബിയറിന് ഔട്ട്പുട്ട് തരാനായിട്ട് പറ്റുന്നത്. നമ്മളിതിന് യൂസ് ചെയ്തേക്കുന്ന ഈ കോസ്റ്റിക് സോഡ കുറച്ച് കൊറോസീവ് ആയിട്ടുള്ള സാധനമാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് കയ്യിലോ മേത്തൊക്കെ വിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ചിലപ്പോൾ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ നമ്മളൊരു സ്പൂൺ മാത്രം യൂസ് ചെയ്ത് നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു സിങ്ക് എയർ ബാറ്ററി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് ഒന്നും മിസ്സാകാണ്ടിരിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനായിട്ട് മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു പ്രൊജക്റ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.